ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ നല്ല ആംബിയൻസ് ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ചെറിയൊരു തുള്ളൽ മഴയൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മഴയൊക്കെ പോയിട്ട് അപ്പോൾ അതാ ചേട്ടായി രാവിലെ തന്നെ ചായ ഇടുന്നുണ്ട്. ഞാനും ചേട്ടായി തമ്മിൽ ഭയങ്കര ഡീലിങ്സാണ്. ഒരു ദിവസം ഞാൻ ചായ ഇട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചേട്ടായി ചായ ഇടണം. അത് ഞങ്ങൾ മാറി മാറി കേട്ടോ ചായ ഇടുന്നത്. അപ്പം ഇന്ന് ചേട്ടായിട്ട് ടേണാണ്. അതുകൊണ്ട് ആശ രാവിലെ ചായ ഇടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരൊന്നും വീട്ടിലില്ല, അവർ എക്സാം ആയതുകൊണ്ട് രാവിലെ തന്നെ സ്കൂളിൽ പോയി. ഇപ്പോൾ ഓണപ്പരീക്ഷയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കാപ്പിക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് കുറച്ച് പൊടി വാങ്ങിച്ചിട്ട് വന്നിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കടയിൽ പോയിട്ട്, ഇവിടെ തൊട്ടടുത്ത ഒരു കുഞ്ഞു കടയുണ്ട്, ഒരു പെട്ടിക്കട പോലത്തെ കട കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. അരി, പഞ്ചസാര, സവോള, മുട്ട, പയർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി വാങ്ങാൻ പറ്റും. തൊട്ടടുത്താണ്, എങ്കിൽ പോലും എനിക്ക് ഭയങ്കര മടി കേട്ടോ അവിടെ പോകാൻ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് പിന്നെ മീനിന് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇതിന് തീറ്റ ഇട്ട് കൊടുത്താൽ മതി, വേറെ അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അനാബസ് എന്ന് പറഞ്ഞൊരു മീനാട്ടോ വാങ്ങിയിരുന്നത്. ആ മീൻ അങ്ങനെ വളരുന്നൊന്നുമില്ല കേട്ടോ, ഒരു സ്ലോ ഗ്രോത്ത് ആണ്. പക്ഷേ ദേ ഈ പോകുന്ന സിലോപ്പിയില്ലേ, ഇത് കുഞ്ഞാപ്പിയുടെ വീട്ടിൽ നിന്ന് അവൻ തന്നു കേട്ടോ. 3 2 ചത്തുപോയി. അത് നല്ല ഉണ്ടപ്പുക്രമായിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് ഫിലോപ്പിയനെ വാങ്ങിച്ചിടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ദേ പപ്പായാണ് കേട്ടോ ഇത് ആ പറമ്പിൽ നിന്ന് പണിയുന്നത്. അവിടെ പുല്ലുചത്താണ്. അപ്പോൾ ആ പറമ്പ് ദേ ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടുന്ന് പപ്പ എന്ന് വിളിച്ച് കൈ പൊക്കി കാണിക്കാൻ പറഞ്ഞു. അതിന് പപ്പയ്ക്ക് മനസ്സിലായി വീഡിയോ എടുക്കാമെന്ന്. അവിടെ നിന്ന് കൈ പൊക്കി കാണിക്കുന്നുണ്ട്. മഴയായത് കാരണം പപ്പ ഇടയ്ക്ക് പണിയും ഇടയ്ക്ക് കയറി നിൽക്കും, അങ്ങനെയൊക്കെയാണ്. മഴയില്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് നിന്ന് പണിയായിരിക്കും. തൊട്ടപ്പുറത്തെ ആയതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ട്. അപ്പോൾ അതാ ചേട്ടായി ഞാനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ചേട്ടായി ചമ്മന്തിക്കറി ഉണ്ടാക്കി വെച്ച് എന്നിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചേട്ടായി ആ പണി ഏറ്റെടുത്തത് കൊണ്ട് ഈ പണി മുഴുവൻ എൻ്റെ ആട്ടോ. കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു. രാത്രി ഫുഡ് കഴിച്ചതിൻ്റെയും പിന്നെ കുക്ക് ചെയ്തതിൻ്റെയും അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. ആ കളർ പാത്രം ഫുള്ള് പിള്ളേരുടെ ആട്ടോ. ഒരു വയലറ്റ് പാത്രം ഉണ്ട്, അത് ശ്രീക്കുട്ടൻ്റെ ആണ്. അതിലല്ലാതെ ശ്രീക്കുട്ടൻ ചോറ് കഴിക്കില്ല. നമ്മൾ അതിലല്ലാതെ വേറെ പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ പാത്രം തന്നെ വേണമെന്ന് പറയും. അവൻ്റെ പാത്രം വേണമെന്ന് പറയും. ഞാനും അങ്ങനെ കേട്ടോ, എൻ്റെ പൂപ്പാത്രം ചേട്ടായി എടുത്തിട്ടുണ്ട്. ഞാനത് വഴക്കുണ്ടാക്കി ചേട്ടായിക്ക് പറ്റി വേറെ പാത്രം എടുത്ത് കൊടുക്കും. പിന്നെ ഓരോരുത്തർക്കും ഓരോ പാത്രം എടുക്കുന്നതിനുള്ള ഗുണം അവനും കഴിച്ച പാത്രം അവനും കഴുകി വെക്കണമെന്നാണല്ലോ. പിള്ളേരെയും കറക്റ്റ് ആ ഒരു ചെറിയ ശീലങ്ങളൊക്കെ പഠിപ്പിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പം അവർക്ക് ഓരോരുത്തർക്കും ഓരോ കളറാകുമ്പം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ ആരുടെ പാത്രമാണെന്ന്. അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ബാക്കി സ്ഥലമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പാത്രം കൂടെ കഴുകാറുണ്ട്. ചേട്ടായോട് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മാറുമ്പോഴത്തേനും കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് മുട്ട പൊരിക്കാനുള്ള സംഭവം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ അങ്ങനെ പൊരിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതാ ഉള്ളിയും സവോളയൊക്കെ ഇട്ടിട്ട് എനിക്കിങ്ങനെ ഉണ്ടാക്കുന്ന ആട്ടോ ഇഷ്ടം. ചേട്ടായിക്ക് ചുമ്മാ ഇങ്ങനെ ഹാഫ് ഓംലെറ്റ് ആയിട്ട് എന്താ പറയുക, ബുൾസയോ അങ്ങനെ എന്താ പറയുമല്ലോ, അങ്ങനെ ഉണ്ടാക്കണതാണ് ഇഷ്ടം. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ പറയും. എന്നിട്ട് അതിനകത്ത് കുറേ മുളക് വരും കേട്ടോ. മുളക് വേണം. നമ്മൾ പിസ്സയൊക്കെ കാണുന്ന പോലെ മുകളിലാക്കി വെച്ചിട്ടുണ്ട്. എനിക്കത്ര മുളക് കഴിക്കാൻ ഇഷ്ടമല്ല, ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ബാക്കി പണിയും കൂടെ തീർത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളിന്ന് ചേട്ടായിക്ക് ഓണക്കോടി വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ നമ്മളൊരു കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇൻസ്റ്റാ പേജുമായിട്ടും സെറ ഓൺലൈൻ ബുട്ടിക്ക്. അപ്പം അവിടെ നിന്ന് പട്ടുപാവാട തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചി തയ്ച്ചു തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ ചേട്ടായിക്കും പോയിട്ട് ഓണക്കോടി വാങ്ങാമെന്ന്. കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടായിയുടെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്യുമെന്ന്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഒരു വിധത്തിലും ചേട്ടായി അടുക്കുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ധാവണിയിൽ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് കുറേ ട്രൈ ചെയ്തതാണ് ഫോട്ടോ 2 എടുക്കാനായിട്ട്. അന്ന് വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മുണ്ടൊക്കെ വാങ്ങാം, എന്നിട്ട് ഒരു പ്രാവശ്യം വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ കയ്യോടെ പോയിട്ട് നമുക്ക് മുണ്ട് ഷർട്ടൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നാക്കനാടുള്ള മാതാ ടെക്സ്റ്റൈൽസിലാണ് കേട്ടോ പോയത്. അപ്പോൾ ആ ഒരു പിന്നാക്കനാട് ജംഗ്ഷനിൽ തന്നെയാണ്, ഈരാറ്റുപേട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 3rd ആനിവേഴ്സറി ആണ് കേട്ടോ ഷോപ്പിൻ്റെ. അതുകൊണ്ട് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂപ്പണൊക്കെ ഉണ്ട് കേട്ടോ. അവ എന്തൊക്കെയാണെന്നുള്ളതെന്ന് നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോയ സമയത്ത് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ഷോള് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ തന്നെ ചേച്ചിമാരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് കമ്പനിയായി. അപ്പോൾ ചേട്ടായിക്ക് ഒറ്റ കളർ ഷർട്ട് നോക്കാം കേട്ടോ ഞങ്ങൾ വിചാരിക്കുന്നത്. എപ്പോഴും പ്രിൻ്റഡ് ഒക്കെ അല്ലേ എടുക്കുന്നത്, എന്നാൽ പിന്നെ ഒറ്റ കളർ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം ചേട്ടായി മുണ്ടെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇതുവരെ മുണ്ടെടുത്തിട്ടില്ല. വീട്ടിലെടുക്കാറുണ്ട് കേട്ടോ, അങ്ങനെയല്ല വെള്ള മുണ്ട് അങ്ങനെ എടുത്ത് ഫോട്ടോസ് എടുക്കാനോ
ഒന്നിനും വരത്തില്ല, ഒരു ഓണത്തിന് പോലും മുണ്ട് വാങ്ങാൻ സമ്മതിക്കില്ല. ഇപ്രാവശ്യം കുറേ നിർബന്ധിച്ചിട്ടാണ് ഇത് സമ്മതിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങൾ പോയിട്ട് മുണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ടൈപ്പ് മുണ്ടുകളുണ്ടായിരുന്നു. സിൽവർ കരയുള്ളത്, ഗോൾഡൻ കരയുള്ളത്, ഡബിൾ മുണ്ട്, സിംഗിൾ മുണ്ട്. പിന്നെ നമുക്ക് ഓരോ ഷർട്ടിനനുസരിച്ച് കളർ എടുക്കാൻ പറ്റുമല്ലോ, അങ്ങനെയും കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ കൺഫ്യൂഷനായിട്ടോ, കാരണം ഷർട്ടിൻ്റെ കളറിലാണല്ലോ എടുക്കേണ്ടത്. എന്നാൽ പിന്നെ പോയിട്ട് ആദ്യമേ ഷർട്ട് എടുക്കാം, എന്നിട്ട് അതിന് ചേരുന്നൊരു മുണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം കുറച്ച് ഒറ്റ കളർ ഷർട്ട് നോക്കിയിട്ടോ. അപ്പോൾ ഈ ഒരു കളർ കഴിഞ്ഞ വർഷം എടുത്തതിൻ്റെ ഒരു സാമ്യമാണ്, ആ ഒരു ലൈറ്റ് കളർ. അപ്പോൾ പിന്നെ അത് നോക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു കാപ്പിപ്പൊടി പോലത്തെ ഒരു കളർ, അതെന്ത് കളറാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാപ്പിപ്പൊടിയും മെറൂണും ഒക്കെ കൂടിയൊരു കളറാണ്. പിന്നെ ഈ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു. ബ്ലൂ ഞങ്ങൾ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ഒരുപാട് ചട്ടയ്ക്ക് ബ്ലൂവിലുണ്ടായിരുന്നു. പച്ച ചട്ടയ്ക്ക് പണ്ടേ ഇഷ്ടമല്ലാത്ത കളറാണ്, അതുകൊണ്ട് അത് എടുക്കത്തില്ലെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. എങ്കിലും എല്ലാ കളേഴ്സും അടിപൊളിയാണ് കേട്ടോ. ഒരു ഷർട്ടിന് തന്നെ കുറേ കളേഴ്സ് ഉണ്ട്. പിന്നെ കുറേ പ്രിൻറ്റഡ് ഷർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് ആ ഒരു കളറിൽ തന്നെ ഒരു മെറൂണാണോ കപ്പിപ്പൊടിയാണോ അതിൽ പ്രിൻറ്റ് വരണയാണ്. എനിക്ക് പിന്നെ കളറിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ പറയും. പിന്നെ ഇത് താഴോട്ടുള്ള വരകളാണ് കേട്ടോ. ഇങ്ങനത്തെ ലൈനും ഈ ഇടയ്ക്ക് ചേട്ടായിക്ക് പിറന്നാളിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം കണ്ട് നോക്കിയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെച്ച് നോക്കി, ഒരുപാട് വെറൈറ്റി പ്രിൻറ്റുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രിൻ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടായിക്ക് കുറേ പ്രിൻ്റ് ഷർട്ട് ഉണ്ട് കേട്ടോ. ഒറ്റ കളറാണ് ഇല്ലാത്തത്. അത് നല്ലോണമൊക്കെ അല്ലേ പ്രിൻ്റ് വാങ്ങേണ്ട, ഒറ്റ കളർ വാങ്ങിച്ചോളാം ഞാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത് നോക്കിയതിൽ ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ. പിന്നെ അങ്ങനത്തെ പ്ലെയിൻ ഷർട്ട് പ്രിൻ്റഡ് മാത്രമല്ല കേട്ടോ, ഇതുപോലെ ചെക്ക് വരുന്നത്, പിന്നെ എക്സിക്യൂട്ടീവ് ഷർട്ട്, ഒഫീഷ്യൽ ഷർട്ട്, അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി കുറേ ടൈപ്പ് ഉണ്ട്, ബോക്സിൽ വരണമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അടിപൊളി സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു ബോക്സിലുള്ള ഷർട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേട്ടായിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഓണത്തിന് ഈ ഒരു മോഡൽ എടുക്കുന്നില്ല, കളർ നോക്കിയിട്ട് ഒറ്റ കളർ നോക്കിയിട്ട് തന്നെ വാങ്ങാമെന്ന് പറഞ്ഞു. ഷർട്ട് എടുത്തിട്ട് പിന്നെ മുണ്ടെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഉണ്ട് ഈ ഒരു ബ്ലാക്ക് മതി എന്ന് പറഞ്ഞിട്ടോ. അത് കരയും കോട്ടനും തുണിയാണ്. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ എല്ലാത്തിനും പിന്നെ പൊക്കോളൂല്ലോ. ആശാൻ അധികം മുണ്ടൊന്നും അങ്ങനെ ഉടുക്കത്തില്ല. അപ്പോൾ പിന്നെ ബ്ലാക്ക് ആകുമ്പോൾ എല്ലാത്തിനും ഈ ഒരു മുണ്ട് മതി. ഇതിപ്പോൾ 2-3 വർഷം കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ആശാനയിൽ ഭദ്രമായിട്ടുണ്ടാവും. അപ്പോൾ അതാ ഇവിടെ കുറേ ടൈപ്പ് ഷർട്ടുകൾ, മുണ്ടുകൾ, കാവിമുണ്ട്, കൈലുമുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ന്യൂ ബോൺസിൻ്റെ സെക്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന സമയത്ത് ഒരു ചേട്ടൻ ഷോപ്പിങ്ങിന് വന്നതാണ്. അപ്പം ന്യൂ ബോൺ തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്കുള്ളതും ഇതുപോലെ ബോക്സിൽ വരുന്നതും എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ചേട്ടായി ഷർട്ടും മുണ്ടും എടുത്തിട്ട് എനിക്കും കൂടി വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്, അജ്രക്കിൻ്റെ, പ്രിൻറ്റഡ്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് മെറ്റീരിയലും വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ അജ്രക്കിൻ്റെ തന്നെ ടോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവർ ഓണം കളക്ഷൻസ് ആണ്. ഓണത്തിന് ഒരുപാട് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം സാരീസ് ആണ് കേട്ടോ. അജ്രക്കിൻ്റെ ആ ഒരു പ്രിൻറ്റ് നമുക്ക് ബോർഡറിൽ വരുന്ന അങ്ങനത്തെ സാരീസ് ഉണ്ട്. പിന്നെ സെറ്റ് മുണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ള പാവാടയും ബ്ലൗസിൻ്റെ മെറ്റീരിയലാണ്. ഇങ്ങനത്തെ പട്ടുപാവാട അങ്ങനത്തെ മെറ്റീരിയൽ ഉണ്ടല്ലോ. പിന്നെ അജ്രക്കിന് തന്നെ പ്രിൻ്റഡ് ഉള്ള കുർത്തീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ നോക്കാനാണ് വന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് കുർത്തീസ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം കുറേ ടൈപ്പ് ഓഫ് വെറൈറ്റി പ്രിൻ്റഡ് ഉള്ള കുർത്തീസാണ് കേട്ടോ. അപ്പോൾ ഓണം സ്പെഷ്യൽ കളക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു അജ്രക്ക് പ്രിൻ്റ് വരുന്ന ഒരു കുർത്തിയോ അല്ലെങ്കിൽ ഫ്രോക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു, കുറേ ടൈപ്പ് ഓഫ് പ്രിൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല M തുടങ്ങി XXL വരെ എല്ലാ സൈസിലും അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നാലും പിന്നെ വന്നപ്പോഴത്തേനും അത്യാവശ്യം ഹാൻഡ് വർക്കൊക്കെ ഒരു നല്ല കുർത്തീസ് ഉണ്ടായിരുന്നു. ഒരു പ്രിൻറ്റിൻ്റെ കൂടെ മേളിൽ ആ ഒരു ഡിസൈനും കൂടി ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതുപോലെ അതിൻ്റെ കളർ വേരിയേഷൻസും പാറ്റേൺ വേരിയേഷൻസും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഏലൈൻ കുർത്തീസും സ്ലിറ്റഡ് കുർത്തീസും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ഏലൈൻ കുർത്തീസാണ്. അപ്പോൾ സ്ലിറ്റഡ് വേണ്ടവർക്ക് സ്ലിറ്റഡും ഉണ്ട്, ഏലൈൻ വേണ്ടവർക്ക് ഏലൈനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ നെക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമായിരുന്നു. അപ്പം ക്യാമറയിൽ ദൂരം കാണുന്നുണ്ടെന്ന് അറിയില്ല, അടുത്ത് പോയി കാണുമ്പോൾ തന്നെ നല്ല രസമാണ്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ സെയിം കളറുള്ള ആ ഒരു ത്രെഡ് വർക്കും അതിൻ്റെ കൂടെ ഒരു മിറർ വർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഹെവി മാത്രമല്ല കേട്ടോ, ഇതുപോലത്തെ സിമ്പിൾ ഡെയിലി വെയറിനുള്ള 250 രൂപയുടെ കുർത്തീസും അവൈലബിൾ ആണ്. അപ്പോൾ സ്ത്രീകൾക്കുള്ളത് മാത്രമല്ല ജെൻസിനുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടായിക്കൊക്കെ പറ്റിയ രീതിയിൽ കുറേ ടീഷർട്ട്സിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പട്ടുപാവാടയുടെ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതൊരു സെമി സ്റ്റിച്ചഡ് ആണ് കേട്ടോ. പാവാട സ്റ്റിച്ചഡ് ആണ്, ടോപ്പ് മാത്രമേ അൺസ്റ്റിച്ചഡ് ഉള്ളൂ. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു റെഡ് ഭയങ്കര ഇഷ്ടമായി. കുറേ നാളുകളായിട്ട് ഞാൻ റെഡൊന്നും വാങ്ങുന്നില്ലായിരുന്നു. പക്ഷേ ഈ റെഡ് കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി, നല്ല ഭംഗി ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതൊക്കെ ചുരിദാർ മെറ്റീരിയൽസ് ആണ്. ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞാനിങ്ങനെ ചുരിദാർ ഇടാത്തതുകൊണ്ട് അതിലേക്ക് അങ്ങ് നോക്കിയില്ല. അപ്പോൾ ചുരിദാറൊക്കെ ഇങ്ങനെ വാങ്ങുന്നവർക്ക് കുറേ കളക്ഷൻസ് അവൈലബിൾ ആട്ടോ. ഓണത്തിന് വാങ്ങിയാലും പിന്നെയും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു സാരിയാണ് ഈ ഒരു ടിഷ്യൂ സാരി. ഇത് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെയാണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഇങ്ങനത്തെ ഡിജിറ്റൽ പ്രിൻറ്റ്. പ്രത്യേകിച്ച് ഫ്ലോറിലും കൂടെ കണ്ടപ്പോൾ ഇഷ്ടമായി. പിന്നെ ഇത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള അജ്രക്ക് ബോർഡർ വരുന്ന സാരി ആയിട്ടോ. ഭയങ്കര ട്രെൻഡായിരുന്നു. ഞാൻ അതെല്ലാം വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഗുജറാത്തിലെ ട്രിപ്പൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മടിയായിട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ പട്ടുപാവാടയും അതുപോലെ ധാവണിയും തയ്പ്പിക്കാൻ കൊടുത്തു. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഇത് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം സാരിയാണ് ഞാൻ വാങ്ങിച്ച അലമാരി വെക്കത്തേ ഉള്ളൂ. പക്ഷേ സാരി ലവേഴ്സിന് ഇതേപോലെ എത്ര വാങ്ങിയാലും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം അജ്രക്കിൻ്റെ പിന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അതിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു മെറ്റീരിയലാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അജ്രക്ക് നോക്കി ചെന്നപ്പോഴത്തേക്കും വേറെയും കുറേ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സ് ഇടാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. സമയം കിട്ടുന്ന പോലെ വന്ന് വാങ്ങണം. ഓണത്തിന് പിന്നെ പട്ടുപാവാടയും ധാവണിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇനിയിപ്പം ഒന്നും വാങ്ങുന്നില്ലെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഇവിടെ ആണുങ്ങൾക്കുള്ള ഇങ്ങനത്തെ പാൻറ്റുകളും നിക്കറും അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് ഒന്നിട്ടെണ്ണം വീട്ടിലേക്ക് ഇടാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആണുങ്ങൾക്കുള്ള ടീഷർട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. ചേട്ടായി പണ്ട് ടീഷർട്ടൊന്നും ഇടത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ആൾക്ക് ടീഷർട്ട്സൊക്കെ ഇടാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ചധികം ടീഷർട്ട്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീഷർട്ട് എല്ലാം തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ കളക്ഷൻസ് ടീഷർട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ ഇത് നമുക്ക് ഫ്രോക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു മോഡൽ കുർത്തിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഇങ്ങനത്തെ കുർത്തീസ് മാത്രമേ ഉള്ളൂ. ഞാനങ്ങനെ എ ലൈനും സ്ലിറ്റഡും അധികം വാങ്ങാറില്ല. അപ്പോൾ ഇങ്ങനത്തെ കുർത്തീസ് ഇഷ്ടമുള്ളവർക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ ബ്ലൗസത്തിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. ബ്രാ പാൻറ്റീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ ചേച്ചിയാണ് കേട്ടോ ഷോപ്പിൻ്റെ ഓണർ. അപ്പോൾ ചേച്ചി നമുക്ക് കൂപ്പൺ എഴുതാനായിട്ട് കൂപ്പൺ തരുന്നുണ്ട്. അപ്പോൾ ഓരോ 500 രൂപയുടെ പർച്ചേസിനും ഒരു കൂപ്പൺ നമുക്ക് എഴുതിയിടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 2-3 കൂപ്പണൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേരിൽ പറഞ്ഞ് എഴുതി, ചേട്ടയുടെ പേരിൽ പറഞ്ഞ് എഴുതി, അമ്മയുടെ പേരിൽ പറഞ്ഞ് എഴുതി. അപ്പോൾ ആർക്കാണ് ഭാഗ്യം എന്ന് അറിയില്ലല്ലോ. എങ്ങാനും കിട്ടിയാലോ. അപ്പോൾ പിന്നെ 3 പേരുടെയും പേരിൽ ഓരോന്ന് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവർ നമുക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തന്നു. പിന്നെ കുറേ നേരം ചേച്ചിൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് കാണിച്ചു തരും കേട്ടോ. കുറേ വെറൈറ്റീസ് ഒന്നും കാണിക്കാൻ ഒരു മടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഊടാട്ടോ ഞാൻ വാങ്ങിയത്. ഞാൻ പരിപ്പ് കറി ചേട്ടായി പുളിശ്ശേരിയും വാങ്ങി. എന്നിട്ട് ഞാൻ ചേട്ടയുടെ പുളിശ്ശേരി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് കിട്ടും. എന്നിട്ട് പിന്നെ ഞാൻ 2ാമത് പുളിശ്ശേരി വാങ്ങി. ചേട്ടായി പുളിശ്ശേരിയുടെ ആളാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും പുളിശ്ശേരിയെ വാങ്ങത്തുള്ളൂ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. നാളെ നമുക്കൊരു ഓണം വർക്ക് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ വൈകുന്നേരം എഴുന്നേറ്റ് കുറച്ച് നേരം ചെടിയൊക്കെ നോക്കി നടന്നു. ശരിക്കും പിന്നെ വെള്ളം ഒഴിക്കേണ്ട മഴയുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് പപ്പായുടെ പുതിയ പരിപാടിയാണ് കേട്ടോ. ഓടി വെച്ചിട്ട് ഇവിടെ 10 മണി നടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ നാളത്തെ വർക്കിനുള്ള പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് പരിപാടി ബ്രഷ് കഴുകുക എന്നുള്ളതാണ്. ഇന്നലെ ഒരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വന്നിട്ട് വേറെയും കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പെട്ടി ഇവിടെ കൊണ്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ബ്രഷ് ലൈറ്റ് ആയതുകൊണ്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഉണങ്ങിക്കോളും. അപ്പോൾ ഫാനിൻ്റെ ചുവട്ടിൽ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ബ്രഷുകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. ഞാൻ പിന്നെ കഴുകാത്ത ബ്രഷാണെങ്കിലും വെറുതെ ആ ഒരു പൗച്ചിലിട്ടാലും അതിനെ പിന്നെ എടുത്ത് ഒന്നുകൂടെ കഴുകി വെക്കും. കാരണം വെറുതെ ആ പൗച്ചിൽ അങ്ങനെ തന്നെ കിടക്കല്ലേ ബാക്കി ബ്രഷിൻ്റെ കൂടെ. അപ്പോൾ എല്ലാം കഴുകി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോയിട്ടൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസം ഷൂട്ടിനൊക്കെ വെയിലത്ത് നടക്കായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്തില്ല. അപ്പോഴത്തേക്കും കുറച്ച് കുരുക്കളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ചെറിയ ഡാനും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ച് അന്നേരം നോക്കുമ്പോൾ ചേട്ടായി ഒരു പണിയില്ലാതെ വെറുതെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ചേട്ടായിയും കയ്യോടെ പിടികൂടി ആശാൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ചേട്ടായിക്കും കുറച്ച് ടാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വെയിലിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇത്രയും ടാൻ ഇല്ലായിരുന്നു. ടാനൊക്കെ നന്നായിട്ട് കുറഞ്ഞതായിരുന്നു. പിന്നെ ചേട്ടായിക്കും കൂടെ തൂത്ത് കൊടുത്തു. അപ്പോഴത്തേക്കും കുറച്ച് മനസ്സമാധാനം. തൂത്തിട്ട് ചേട്ടായി തൻ്റെ താരം ഡ്രാഗണാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ നടപ്പുണ്ടായിരുന്നു. ശരി കേട്ടോ. എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്തത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പ്രകസനമൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ പോയി പെട്ടി എടുക്കുന്നുണ്ട്. പാട്ടൊക്കെ വെച്ചിട്ടാട്ടോ പെട്ടി എടുക്കുന്നത്. കുറേ സാധനങ്ങൾ എടുത്ത് അടുക്കാനുണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടെ പാർലറിൽ ചേച്ചിയുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഞാൻ ആ ബാഗിൽ കൊണ്ടുപോകും. പെട്ടി എടുത്തുകൊണ്ട് നടക്കൽ എനിക്ക് പാടായതുകൊണ്ട്. പക്ഷേ വർക്കിന് പോകുമ്പോൾ നമ്മൾ പെട്ടിയിലും ബാഗിലും ഒക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് എടുക്കാൻ എളുപ്പത്തിന് തലേദിവസം
ഐറ്റംസും ഓരോന്നും ഓരോ പെട്ടിയിലാക്കി എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് കറക്റ്റായിട്ട് അടുക്കാൻ അറിയാം. അതുകൊണ്ട് ചേട്ടായാണ് എപ്പോഴും എനിക്ക് പെട്ടി അടുക്കി തരുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടാണെങ്കിലും ചേട്ടായി എല്ലാം തിരിച്ച് ഇങ്ങോട്ടും അടുക്കിക്കൊണ്ട് വരും കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേട്ടാ നോക്കിക്കോളും. എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് മാത്രം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. അതിനിടയിൽ ഒരാളിതേ ക്യാമറ നോക്കിയിട്ട് വിട്ടുന്ന എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഭയങ്കര പാട്ടും പരിപാടിയൊക്കെ. സത്യം പറയുന്നത് എടുത്തോ അറിഞ്ഞില്ലെന്ന് എനിക്കറിയത്തില്ല. ചേട്ടായി പറ്റും പുറത്തൊക്കെ ഭയങ്കര ഇൻട്രോവേർട്ടായിരിക്കും, പക്ഷേ വീടിനകത്ത് ഞങ്ങൾ പക്ക എക്സ്ട്രോവേർട്ടാണ് കേട്ടോ. അതങ്ങനെയാണല്ലോ, ഒരു ഇൻട്രോവേർട്ട് അവരുടെ കംഫർട്ട് സോണിൽ മാത്രമാണല്ലോ എക്സ്ട്രോവേർട്ട് ആവുന്നത് എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ കിടന്ന് കാണിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ഈ ശരത്താണോ ശരത്തുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിറ്റേ ദിവസം നമുക്ക് 6 മണിയൊക്കെ കഴിയുമ്പോൾ എഴുന്നേൽക്കണം. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗിനൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കും. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഡിയേഴ്സ്.